സോ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഗ്യാമെറ്റുകൾ ജേം സെൽ ഫോർമേഷൻ അതായത് ഗ്യാമെറ്റുകൾ ഫോം ചെയ്യുന്നത് ഒരു സെല്ലിൽ എങ്ങനെയാണ് റിഡക്ഷൻ ഡിവിഷൻ കഴിഞ്ഞിട്ട് ജേം സെൽസ് അഥവാ ഗ്യാമെറ്റുകൾ ഫോം ചെയ്യണമെന്ന് കാണിച്ചിരിക്കണം. അപ്പോൾ നമുക്കിത് കാണാം 4 ക്രോമസോം വെച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ എത്ര ക്രോമസോംസ് ആണ് സെഗ്രിഗേറ്റ് ചെയ്ത് ജേം സെൽസ് ആയിട്ട് മാറണമെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ G1 സ്റ്റേജിൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് G1 G2 സ്റ്റേജുകൾ, അതുപോലെ മിയോസിസ് 1 മിയോസിസ് 2 അതിൻ്റെ ആ ഇൻഡിവിജ്വൽ ഗ്യാമെറ്റ് ഫോർമേഷനുള്ള സ്റ്റേജുകൾ മാത്രമേ പിക്ചറിൽ കാണിച്ചിട്ടുള്ളൂ. സോ നമ്മുടെ ക്രോമസോമുകളുടെ സ്ട്രക്ചറാണ് ഒരു യെല്ലോ, അതുപോലെ ഒരു ഓറഞ്ച്, അതിൻ്റെ ലോങ് ആം ഷോർട്ട് ആം, ലോങ് ആം ഷോർട്ട് ആം, അതുപോലെ അത് ബൈവാലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ G1 ഇങ്ങനെ ഇരിക്കുന്നു, G2 അതിൽ ബൈവാലൻ്റ് ആയിട്ടിരിക്കുന്ന ആ സ്റ്റേജുകൾ, ഇത് ബൈവാലൻ്റ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ അത് മിയോസിസ് 1 അനോഫേസ് എത്തുമ്പോൾ അവരുടെ ആ ഒരു യൂണിയൻ എങ്ങനെയാണ് അവർ സെഗ്രിഗേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു സ്ട്രക്ചർ. അത് കഴിഞ്ഞത് ബൈവാലൻ ഫോമിൽ 2 എണ്ണം അടുത്തടുത്ത് വരുന്നു, അവരുടെ ലോങ് ആമും ഷോർട്ട് ആമും അടുത്ത് വരുന്നു, ഹോമോലോഗസ് ക്രോമസോമുകൾ അടുത്തടുത്ത് വരുന്നു. അതുപോലെ മിയോസിസ് 1 അനാഫേസിൽ എങ്ങനെയാണെന്നല്ല മിയോസിസ് 2 അനാഫേസിലെത്തുമ്പോൾ അത് ഇങ്ങനെ ഇത് തന്നെ ഈ യെല്ലോ തന്നെ ഇങ്ങനെ ആയിട്ട് മാറുന്നു, ഈ 2 റെഡും ഗ്രീനും ഇങ്ങനെയായിട്ട് മാറുന്നു. സോ 2 എണ്ണമായിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് ഈ 2 എണ്ണം ഇൻഡിവിജ്വൽ ഗ്യാമെറ്റുകളായിട്ട് മാറുന്നു, ഇൻഡിവിജ്വൽ ഗ്യാമെറ്റുകൾ അഥവാ ജേം സെൽസ്. അതേപോലെ ഇതും 2 ഇൻഡിവിജ്വൽ ജേം സെൽസ് ആയിട്ട് മാറുന്നു. സോ 4 ക്രോമസോംസ് ഇന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് വന്നു. അതുപോലെ മിയോസിസ് 1 മിയോസിസ് 2 കഴിയുമ്പോൾ ഇവിടെ എത്ര 4 ഗ്യാമെറ്റുകളായിട്ട് മാറുന്നു. സോ ക്യാൻ യു സീ ഹൗ ക്രോമസോം സെഗ്രിഗേറ്റ് വെൻ ജേം സെൽസ് ആർ ഫോംഡ്. സോ 4 ക്രോമസോംസ് വെച്ച് മിയോസിസ് 1 കഴിഞ്ഞ് മിയോസിസ് 2 കഴിഞ്ഞ് അത് ജേം സെൽസ് ആയിട്ട് വരുമ്പോൾ 4 ഗ്യാമെറ്റുകളായിട്ട് മാറുന്നു, ഇൻഡിവിജ്വൽ ഗ്യാമെറ്റുകളായിട്ട് മാറി. ഇതാണ് എങ്ങനെയാണ് മിയോസിസ് കഴിഞ്ഞ് ഗ്യാമെറ്റുകളായിട്ട് ഫോം ചെയ്യണമെന്നുള്ള പിക്ചർ.